ചെങ്കോട്ട ഭീകരാക്രമണം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. കാരണം ഇന്ത്യയെ മുച്ചൂടും മുടിക്കാൻ തയ്യാറായിരുന്ന വൻപൻ പദ്ധതികളാണ് പാളിപ്പോയത്. ആ പാളിച്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അനവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഉമറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഭീകരവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് തനിക്ക് രാജ്യത്തെ മുച്ചൂടും മുടിപ്പിക്കാൻ, തനിക്ക് ഒരു ബോംബായി മാറാൻ ഒരു ഭയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷിലെ വീഡിയോ ആണ്. ആ ഇംഗ്ലീഷിലെ വീഡിയോ കേട്ടാൽ അറിയാം എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് ഇംഗ്ലീഷിലും, അതുപോലെ തന്നെ എത്രത്തോളം വിദ്യാസമ്പന്നനാണ് ഈ വ്യക്തി എന്നുള്ളത്. വിദ്യ ഉണ്ടായിട്ടോ വിദ്യാസമ്പന്നം നേടിയിട്ടോ കാര്യമില്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വേണം കണ്ടറിയാൻ. അത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ കാര്യങ്ങൾ മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലുള്ള ഡോക്ടർമാരെ ജയിലിലേക്ക് അടച്ചിട്ടുണ്ട്. ജയിലിലേക്ക് അടച്ചപ്പോൾ അവരെ ഇഞ്ച പരുവമാക്കി അവിടത്തെ സഹതടവുകാർ ഇവരെ അടിച്ചതിന് കൂടുതൽ ശിക്ഷ കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ തെറ്റുകാരാണ്, പക്ഷേ രാജ്യദ്രോഹികളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ 13 പേരെ കൊലപ്പെടുത്തിയ ഡോക്ടർ ഉമർ നബി സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുവാവായ ഡോക്ടർ ആത്മഹത്യ ബോംബായി മാറിയതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് വീഡിയോയിൽ. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ചാവേർ ആക്രമണം ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ പുതിയ മുഖമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ബോംബ് സ്ഫോടനത്തെ ഉമർ നബി രക്തസാക്ഷിത്വം ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും താൻ മരിക്കുമെന്ന ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതാണ് രക്തസാക്ഷിത്വ പ്രവർത്തനം എന്ന്. അത് വിധിപ്രകാരമാണ് സംഭവിക്കുന്നത് എങ്കിലും ആരും മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഉമർ ശാന്തനും എന്നാൽ തീവ്ര നിലപാടുകളുള്ള വ്യക്തിയുമായാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശാന്തനായിരുന്നത് കൊണ്ട്, ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്നത് കൊണ്ട് ആ ഇംഗ്ലീഷിലെ ഓരോ ഭാഗവും ഉപയോഗിക്കുമ്പോൾ, ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അയാളുടെ ആ ശൈലിയും ഒക്കെ കേട്ടാൽ നന്നായി മനസ്സിലാകും. ഇംഗ്ലീഷൊക്കെ നന്നായി അറിയാവുന്ന, കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെയാണ് സംസാരിക്കാൻ സാധിക്കുന്നതെന്ന്. സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരുന്നു അയാളെ കണ്ടാൽ തോന്നുന്നതെങ്കിൽ വളരെ ശാന്തനായി എന്നാൽ തീവ്ര നിലപാടുള്ള വ്യക്തിയായി നമുക്ക് വീഡിയോയിൽ ഇയാളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്, വീഡിയോ അറ്റാച്ച് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഭീകരതയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്ക് നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കില്ല. കാരണം അത് രാജ്യദ്രോഹമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഇത് ആത്മഹത്യാ ബോംബിംഗ് പോലെയുള്ള വിഷയങ്ങളെ കുറിച്ച് അയാൾക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പൂർണ്ണമായും തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും ഇത് തീവ്രവാദത്തിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അയാൾ നടത്തിയ ഒരു വീഡിയോ ആണ്. ഡൽഹി കാർ സ്ഫോടനം വളരെ ശ്രദ്ധാപൂർവവും ആസൂത്രിതവുമായി ചെയ്തതാണ് എന്ന വീഡിയോയിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാവാം എന്ന ഊഹാപോഹങ്ങളെ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അതായത് വിദ്യാസമ്പന്നനും എന്നാൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും കണക്കുകൂട്ടലോടെ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉമർ നബി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ ഏജൻസികൾ അന്വേഷണം വ്യാപിപ്പിക്കുകയും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ സഹായിച്ച മറ്റൊരാളെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമർ നബി സ്ഫോടനത്തിൽ തൊട്ടു മുമ്പായി ചിത്രീകരിച്ച വീഡിയോ കിട്ടിയത് അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുമുണ്ട്. ഉമർ തന്റെ ഫോണ് ഇളയ സഹോദരനെ കൈമാറിയതായാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത്. ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന രാത്രിയിൽ ജമ്മു കശ്മീർ പോലീസ് പുൽവാമയിലെ വസതിയിൽ നിന്ന് ഉമറിന്റെ സഹോദരനെ പിടികൂടിയിരുന്നു. ഉമറിന്റെ മൂത്ത സഹോദരനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതായത് വെൽ പ്ലാൻഡ് ആണ് ഇയാൾ. ഇങ്ങനെ ചാവേർ ആക്രമണം നടത്തുമെന്ന് ഇയാൾക്കറിയാം. അപ്പൊ പോലീസ് തിരക്ക് വരുമെന്നും ഇയാൾക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ സഹോദരന്റെ കയ്യിൽ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ തന്റെ നിലപാട്, താൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തന്നെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ
മറ്റുള്ളവർ അറിയും. അതുവഴി ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടായി ഇതിലേക്ക് ആളുകൾ വരുമല്ലോ. ഇപ്പൊ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ചാനലുകളിലൊക്കെ തന്നെ ഇത് പ്രസിദ്ധീകരിക്കും. അത് തന്നെ പോലെ തന്നെ ഈ തീവ്രവാദത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, കാരണം ഇത് വലിയ മഹത്തായ ജോലിയാണല്ലോ, അപ്പൊ ഇതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഇതെത്തും. അതുവഴി പലരും ഇതിലേക്ക് എത്തും. ആ ബുദ്ധിയാണ് ഈ രാക്ഷസനെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കുക, മാക്സിമം ഇത് പ്രചരിപ്പിക്കാതിരിക്കുക തന്നെ ചെയ്യണം. കയ്യിലുള്ളവരൊക്കെ ഇത് ഡിലീറ്റ് ചെയ്യണം. കേന്ദ്ര സർക്കാർ തന്നെ അത് പറയുന്നുണ്ട്, ഇത് ഡിലീറ്റ് ചെയ്യണം, ഇത് വച്ചിരിക്കരുത്. കാരണം ഇയാളുടെ സഹോദരനാണ് ഫോൺ നൽകിയതെന്ന്, അയാൾ പിന്നെ ഉമർ നബിയാണ് തനിക്ക് ഫോൺ നൽകിയതെന്ന് ഈ സഹോദരൻ സംഭവിച്ചിട്ടുണ്ട്. ഫോണ് അഴുക്ക് ചാലിൽ ഉപേക്ഷിച്ച് ദീർഘനേരം നീണ്ട തിരച്ചിലിനൊടുവിലാണ് തങ്ങൾക്ക് ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് അന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫോൺ വീണ്ടെടുത്ത ശേഷം പോലീസ് അതിലെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ കണ്ടെത്തിയത്. നിലവിൽ പ്രചരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കുറഞ്ഞത് 4 വീഡിയോകളെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ ദേശീയ അന്വേഷണ ഏജൻസി NIA, സംസ്ഥാന അന്വേഷണ ഏജൻസി SIA എന്നിവർക്കായി കൈമാറിയിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളിൽ പ്രധാനിയായിരുന്നു ഈ ഉമർ നബി എന്നും ചാവേർ ആക്രമണത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ ഉമറിന്റെ കൂട്ടാളികൾ തന്നെ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. ഉമറിനെ കൂടാതെ അൽഫലാഖ് സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ മുസരിൽ അഹമ്മദ് ഖാനായി, സഹറാർപൂറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആദിൽ മജീദ് റാത്തർ, ലക്നൗ സ്വദേശിയും അൽഫലാവിൽ ജോലി ചെയ്തിരുന്നതുമായ ഡോക്ടർ ഷാഹിദ് അൻസാരി എന്നിവരാണ് ഭീകര സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. ഈ ആക്രമണത്തിന് ഒരു ലക്ഷ്യമോ തീയതിയോ നിശ്ചയിച്ചിരുന്നില്ല എന്ന് അറസ്റ്റിലായ 3 ഡോക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. ഉമർ തിടുക്കപ്പെട്ട് നടത്തിയ ആക്രമണമായിരുന്നു എന്നാണ് അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അതായത് സമയമെടുത്ത് ചെയ്യാനിരുന്നതാണ്, അയാൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു. പിന്നെ അതായത് ഈ സബർമതി സെൻട്രൽ ജയിലിലെ ഉയർന്ന സുരക്ഷാ വിഭാഗത്തിനുള്ളിൽ വെച്ച ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തി അറസ്റ്റിലായ പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് മുഹിയുദ്ദീൻ സയ്യദിനെ ചൊവ്വാഴ്ച ആക്രമിച്ചതായി, അതായത് തടവിൽ ഉള്ള ആളിനെ ആക്രമിച്ചതായി പുറത്തു വരുന്നുണ്ട്. പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉയർന്ന സുരക്ഷാ സെല്ലിലെ തടവുകാരാണ് ഡോക്ടർ അഹമ്മദിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ പിന്നിലെ കാരണം എന്തെന്ന് വ്യക്തമല്ല. നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും ഉടൻ തന്നെ സ്ഥലത്തെത്തി നിരവധി പേർക്ക് പിന്നെ റൈസിൽ എന്ന മാരക വിഷം കൊടുക്കാൻ പദ്ധതിയിട്ടതിന് അറസ്റ്റിലായി തടവിൽ കഴിയുന്ന ഡോക്ടർ അഹമ്മദ് മുഹൂദ്ദീൻ സയ്യിദിനെ ജയിൽ വളപ്പിനുള്ളിൽ 3 തടവുകാർ മുന്നറിയിപ്പില്ലാതെ ആക്രമിച്ചതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അവർ പറയുന്നില്ല. മർദ്ദനം വളരെ കഠിനമായിരുന്നതിനാൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടേണ്ടി വന്നു എന്നാണ് അന്വേഷണ വൃത്തങ്ങൾ അറിയുന്നത്. ഈ പിന്നെ നമ്മളെ ബിഷ്ണോയി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ, അവരുടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ലോറൻസ് ബിഷ്ണോയെ പോലുള്ളവർ അവിടെ എത്തുന്നതും. പിന്നെ നമ്മൾ അജ്ഞാതരൊക്കെ വരാറുണ്ട്, കാരണം രാജ്യവിരുദ്ധമാണല്ലോ ഇവരൊക്കെ, നല്ല കാര്യം ചെയ്തിട്ടല്ലല്ലോ ജയിലിൽ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ലോറൻസ് ബിഷ്ണോയിമാർ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടാം.